ഹലോ ഗൈസ്, ഇന്ന് അമ്മേൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ കൂടലിന് പോകണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിലായിരുന്നു. എൻ്റെ ചെരുപ്പിൻ്റെ അലാസ്റ്റിക് ഭയങ്കര ലൂസായിരുന്നു. അതുകൊണ്ട് തന്നെ ബസ് കയറുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ അത് അവിടുന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു. ഇയാളിത് എന്തൊക്കെയാണ് കാട്ടണമെന്ന് അമ്മ ചിന്തിക്കും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബസ് കയറി പാലക്കാട് ആര്യമ്പാവ് വന്നിറങ്ങി. അവിടുന്ന് പിന്നെ ഒറ്റപ്പാലം ബസ് കയറി. ഒരുപാട് റണ്ണിങ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്തിയപ്പോൾ ഭയങ്കര ലേറ്റായി. അപ്പം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കായിരുന്നു. ഫുഡിന് വെജിറ്റബിൾ ബിരിയാണിയും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും ഉണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ കുടുംബക്ഷേത്രമാണേ. ഇന്നലെയായിരുന്നു പാല് കാച്ചലുണ്ടായിരുന്നത്. എല്ലാവരും ക്ഷണിച്ച് സെലിബ്രേറ്റ് ചെയ്ത് നിന്നാണ്. വൃന്ദാവനം എന്നാണ് കേട്ടോ വീടിന്റെ പേര്. നല്ലൊരു വീടാണ്, അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് പ്രീതി ആൻറ്റി ഹസ്ബൻഡും, ഇവരുടേതാണ് വീട്ടിൽ കൂടുതൽ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവരുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തു. ഇതാണ് ദീപാപ്പൻ, പ്രീതി ആൻറ്റീൻ്റെ അനിയൻ. ഇവിടെ അടുത്തൊരു അടിപൊളി സ്ഥലം ഉണ്ടായിരുന്നു. ദീപാപ്പൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ പോകുമ്പോഴാണ് കേട്ടോ ഈ മയിലിനെ കണ്ടത്. അങ്ങനെ നേരെ ഞങ്ങൾ പോയത് ഈ ഒരു മനോഹരമായ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിനേക്കാളും ഭംഗി അവിടെയുള്ള സ്ഥലം കാണാനാണ്. ഇത് മാടമ്പി എന്ന് പറഞ്ഞ ഫിലിം ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇത്രേ. കണ്ടമാനം കുരങ്ങന്മാരുണ്ടായിരുന്നു ഇവിടെ. 4 സൈഡും കുരങ്ങന്മാരായിരുന്നു, കൂടാണ്ട് മയിലും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കണ്ടില്ല, ഒച്ച മാത്രം കേട്ടു. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ പോവാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലെത്താൻ നേരെ വൈകുന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് പോന്നു. പോരുമ്പോഴാണ് ഞങ്ങൾ ആ മനോഹരമായ കാഴ്ച കണ്ടത്. നമ്മൾ പോകുമ്പോൾ കണ്ട ആ മയിലില്ലേ, അത് ദേ ഇപ്പൊ പീലി വിടർത്തി നിൽക്കണു. പീലി വിടർത്തി കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ പിന്നെ ആര്യമ്പാവ് ഇറങ്ങി ഓരോരുത്തർ ഓരോ ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ നേരെ ചെറുവണ്ണൂർക്ക് വിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ടാറ്റാ.